നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്തിന്റെ പ്രചരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് കടന്ന കൺവെൻഷനിൽ ലീഗിന്റെ പരമാധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി തങ്ങൾ പങ്കെടുക്കാതിരുന്നത് വലിയ ചർച്ചാ വിഷയമായിരുന്നു. പാണക്കാട് സാദിഖ് അലി തങ്ങൾ മക്കയിലാണ് ഉംറ നിർവഹിക്കാൻ പോയി എന്നൊക്കെയാണ് പലരും പറയുന്നതെങ്കിലും എന്തുകൊണ്ട് ഈ ഒരു സമയത്ത് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ആ വേദിയിൽ ഉണ്ടായിരുന്നില്ല എന്നതിനെക്കുറിച്ച് പലതരത്തിലുള്ള ചിന്തകളും സംസാരങ്ങളും അടക്കം പറച്ചിലുകളുമുണ്ട്. പാണക്കാട് തങ്ങളില്ലാതെ UDFന്റെ എന്ത് പരിപാടി മലപ്പുറം ജില്ലയിൽ എന്നാണ് കാലാകാലങ്ങളായി ചോദിക്കാറുള്ള ചോദ്യം. കാരണം പാണക്കാട് തങ്ങന്മാരില്ലാതെ UDFന്റെ ഒന്നും, കോൺഗ്രസിൻ്റെ ആകട്ടെ മുസ്ലിം ലീഗിൻ്റെ ആകട്ടെ മറ്റ് കക്ഷികളുടെ ആകട്ടെ ഒന്നും മലപ്പുറം ജില്ലയിൽ നടക്കില്ല. നടന്നാൽ തന്നെ അതിന് ഒരു പകിട്ടുണ്ടാവുകയില്ല. കാരണം പാണക്കാട് തങ്ങന്മാരാണ് മലപ്പുറം ജില്ലയിലെ രാഷ്ട്രീയത്തിൻ്റെ അവസാന വാക്ക്. അത് ലീഗ് രാഷ്ട്രീയമായാലും കോൺഗ്രസ് രാഷ്ട്രീയമായാലും. എന്നാൽ പാണക്കാട് തങ്ങൾക്ക് ഇങ്ങനൊരു നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് വരികയാണെന്നും അവിടെ ആര്യാടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയാണെന്നും അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പങ്കെടുക്കണമെന്ന് നമുക്ക് അറിയാം. എന്നിട്ടാണ് അദ്ദേഹം വിദേശത്തേക്ക് പോയത്, സൗദി അറേബ്യയിലേക്ക് പോയെന്നാണ് പറയുന്നത്. പക്ഷേ അങ്ങനെ അദ്ദേഹത്തിന് അറിയായിരുന്നു താൻ പങ്കെടുക്കേണ്ട ഒരു നിർണായകമായൊരു തെരഞ്ഞെടുപ്പാണ്, കൺവെൻഷനാണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ട് തൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ് എന്ന് പാണക്കാട് തങ്ങൾക്ക് നന്നായി അറിയാം. പക്ഷേ എന്തുകൊണ്ടാണ് അദ്ദേഹം അതിൽ പങ്കെടുക്കാതെ മാറിയുന്നത്? അതിൽ മറ്റൊരു കാര്യമുണ്ട്. UDFലെ അധികാര സമവാക്യങ്ങളുമായി അത്ര പെട്ടെന്ന് പൊരുത്തപ്പെടാൻ ഇപ്പോഴത്തെ പാണക്കാട് തങ്ങന്മാർക്ക് കഴിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. മറ്റൊന്നുമല്ല, PV അൻവറിനെ അനുനയിപ്പിക്കാൻ മുസ്ലിം ലീഗ് ഇടപെട്ട് നടത്തിയ ചർച്ച UDFൽ നിന്ന് തന്നെ പൊളിച്ചത് പാണക്കാട് തങ്ങന്മാരെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് പാണക്കാട് സാദിഖ് അലി തങ്ങൾ, മുസ്ലിം ലീഗിൻ്റെ സമാരാധനായ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി തങ്ങൾക്ക് വലിയ മനോവിഷമം ഉണ്ടാക്കിയത്രേ. കാരണം UDFന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ലീഗ് എപ്പോഴും നിലനിൽക്കുന്നത് എന്നുള്ളത് അവർ പറയുന്നത് മാത്രമല്ല, അതാണ് യാഥാർത്ഥ്യം. കാരണം UDFന് എന്ത് പ്രശ്നം വന്നാലും മുസ്ലിം ലീഗ് ഇടപെട്ട് അത് പരിഹരിക്കുകയാണ് പതിവ്. മറ്റ് രണ്ട് ഘടകകക്ഷികൾ തമ്മിൽ പ്രശ്നമുണ്ടായാൽ പോലും ലീഗ് നേതൃത്വം ഇടപെട്ട് പലപ്പോഴും ആരോഗ്യകരമായി തന്നെ അത് പരിഹരിക്കാറുണ്ട്. അത് ആ ഒരു ഇടപെടൽ കോൺഗ്രസിന് മുതൽക്കൂട്ടാകാറുമുണ്ട്. കാരണം ലീഗ് അത്ര വലിയ ശക്തിയാണ് മലബാറിൽ അല്ലെങ്കിൽ വടക്കൻ കേരളത്തിൽ, അത് അംഗീകരിച്ചേ പറ്റും. എന്നാൽ ലീഗിൻ്റെ ഇത്തരം നിർദ്ദേശങ്ങളെ മറികടന്നുകൊണ്ട് PV അൻവറിനെ അകറ്റി നിർത്താൻ UDFലെ ചിലർ കാണിച്ച തന്ത്രപരമായ നീക്കം അദ്ദേഹത്തെ അലോസരപ്പെടുത്തി വിഷമിപ്പിച്ചു എന്നാണ് അറിയുന്നത്. അതുകൊണ്ട് തന്നെ പാണക്കാട് തങ്ങൾ തൽക്കാലം ഈ ഒരു തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പങ്കെടുക്കേണ്ടെന്ന് തീരുമാനിച്ചു. പക്ഷെ അദ്ദേഹം മക്കയിലേക്ക് പോവുകയായിരുന്നു, അല്ലെങ്കിൽ മക്കയിൽ നിന്ന് എല്ലാ ആശംസകളും ആശീർവാദവും തങ്ങൾക്ക് നൽകി എന്നൊക്കെയാണ് അവിടുത്തെ കോൺഗ്രസ് നേതാക്കൾ പറയുന്നതെങ്കിലും പാണക്കാട് തങ്ങളുടെ മനസ്സിന് ഒരു മനോവിഷമം ഉണ്ടാക്കുന്ന നടപടി UDFന്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട വസ്തുതയാണ്. കാരണം പാണക്കാട് തങ്ങന്മാർക്ക് മനോവിഷമം ഉണ്ടാക്കുന്ന ഒന്നും കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്ന് കാലാകാലങ്ങളായി ഉണ്ടാകാറില്ല. അത് K കരുണാകരൻ്റെ കാലം മുതൽ AK ആൻ്റണിയും ഉമ്മൻചാണ്ടിയും എല്ലാം അങ്ങനെ തന്നെയായിരുന്നു. മുസ്ലിം ലീഗ് നേതൃത്വത്തിന് ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ പാണക്കാട് തങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിധത്തിൽ അവരാരും പെരുമാറാനോ ഇടപഴകാനോ തയ്യാറില്ല. പക്ഷേ ഇത്തവണ ഈ PV അൻവറിൻ്റെ കാര്യത്തിൽ, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ കാര്യത്തിൽ അത്തരത്തിൽ പാണക്കാട് തങ്ങന്മാരെ അല്ലെങ്കിൽ അവരുടെ നിർദ്ദേശങ്ങളെ അവഗണിക്കുന്ന രീതിയിലൊരു നീക്കം കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് അവർക്ക് വലിയ മനോവിഷമം ഉണ്ടാക്കി. അതുകൊണ്ടാണ് തങ്ങൾ ആ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പങ്കെടുക്കാതിരുന്നതെന്നാണ് ചില ലീഗ് നേതാക്കൾ പറയുന്നത്. ഇതിൻ്റെ വിശദമായ വിവരങ്ങൾ നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിലും ഏറെക്കുറെ അങ്ങനെയാണ് കോൺഗ്രസ് നേതാക്കളും ചില പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത കോൺഗ്രസ് നേതാക്കൾ നമ്മളുമായിട്ട്, പ്രത്യേകിച്ച് നമ്മളുടെ സോഴ്സുകളായ ചില കോൺഗ്രസ് നേതാക്കളുമായിട്ട് ബന്ധപ്പെട്ടപ്പോഴും അവർ അങ്ങനെയാണ് പറഞ്ഞത്. പാണക്കാട് സാദിഖിന് തങ്ങൾക്ക് അതൊരു മനോവിഷയം ഉണ്ടാക്കി. കാരണം ലീഗ് ഇടപെട്ടിട്ടും പരിഹരിക്കാതെ ഒരു വിഷയം UDFൽ ഉണ്ടാകുക എന്നുള്ളത് ലീഗിന് നാണക്കേടാണെന്ന് മാത്രമല്ല പാണക്കാട് തങ്ങന്മാർക്ക് കൂടി അതൊരു നാണക്കേടാണ് അദ്ദേഹത്തിന്. അതുകൊണ്ട് അദ്ദേഹത്തിന് അതുകൊണ്ടൊരു മനോവിഷമം ഉണ്ടായി എന്നാണ് ചില കോൺഗ്രസ് നേതാക്കൾ നമ്മളോട് പറഞ്ഞത്.